വെൽക്കം ടു അവർ വ്ളോഗ്സ്. നമുക്ക് ഇന്നൊരു നല്ല ടേസ്റ്റ് ഉള്ള ഒരു മട്ടൻ കറി ഉണ്ടാക്കാം കേട്ടോ. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല കേരള സ്റ്റൈൽ ഒരു മട്ടൻ കറി. അപ്പൊ ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ വീഡിയോക്ക്. എന്റെ ഒരു 5-6 വർഷത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഇന്ന് നടപ്പാവുന്നത്. അപ്പൊ അതെന്താന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ, വെൽക്കം ടു അവർ വ്ളോഗ്സ്. സാരില്ലല്ലേ, നമുക്കിന്നൊരു മട്ടൻ കറി ഉണ്ടാക്കണം. എന്താലോ ഉണ്ടാക്കാം. അപ്പൊ 1 കിലോ മട്ടൺ ആട്ടോ എടുത്തേക്കുന്നത്. നല്ലോണം ഒന്ന് കഴുകിയിട്ട് നമ്മുടെ കുക്കറിലേക്ക് മട്ടൺ ഒന്ന് കഴുകി വാരിയിടാം. ഞാൻ എക്സ്ട്രാ വെള്ളം ഇടുന്നില്ല. ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ മട്ടൺ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ് അങ്ങനെ തന്നെ എടുത്തിടണം കേട്ടോ. അതിലേക്ക് ഇതേ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാനിവിടെ പേസ്റ്റ് എടുത്തത്. അതിന് പകരം അരിഞ്ഞിട്ടാലും മതി കേട്ടോ. ഞാൻ ഇതിലോട്ട് വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കണില്ല കേട്ടോ, കാരണം ഇതിൽ തന്നെ വെള്ളം വന്നോളും. എന്നിട്ടൊന്ന് കുക്കർ ഒന്ന് അടച്ചു വെച്ച് ഒരു 3-4 വിസിലൊന്ന് അടിക്കാം കേട്ടോ. കാരണം അധികം മൂപ്പില്ലാത്ത മട്ടനാന്നുണ്ടെങ്കിൽ ഉടഞ്ഞു പോകും. അപ്പൊ ഒരു 4 വിസിൽ. സ്ഥിരം വറുത്തരച്ച മട്ടൻ കറി ആട്ടോ വെക്കാറ്. പക്ഷെ ഇപ്രാവശ്യത്തിന് വെറൈറ്റി ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ മട്ടൻ നല്ലോണം വെന്ത് കഴിഞ്ഞപ്പോ നമ്മൾ ഉരുളി ചൂടാക്കാൻ വെക്കുക. അപ്പൊ ഇന്നത്തെ കുക്കിംഗ് മൊത്തം രാഴ്ചയാട്ടോ. കുക്കിംഗ് ആള് അടുപ്പിന്റെ മുന്നിൽ നിന്ന് ഇളക്കൽ മാത്രമുള്ള ഒക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഷോപ്പില് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ കിച്ചണിൽ ഇത് ആദ്യമായിട്ടാട്ടോ കുക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയോ ഉപ്പിരിക്കണേന്ന് വരെ പുള്ളിക്ക് അറിഞ്ഞുകൂടാ. നടന്നിരിക്കുന്നു. ആദ്യം തേങ്ങ വറുത്താലോ? തേങ്ങ വറുത്താലോ? അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് എടുത്ത് സെറ്റ് ആക്കി വെക്കണുണ്ടോ. കാരണം ഇതൊക്കെ എവിടെ ഇരിക്കണേന്ന് പുള്ളിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പൊ ഓരോന്ന് ചോദിച്ചു വേഗം എടുത്ത് വെക്കണം, അല്ലെങ്കിൽ ആ നേരത്ത് കൺഫ്യൂഷൻ ആവുമെന്നും പറഞ്ഞു. ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉലുവ. ഈ ഉലുവയൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. ഇവര് ചെയ്യുമ്പോൾ ഇവരുടേതായ എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ട്. അതാണ് വീട്ടിലെ ഫുഡും ഹോട്ടലിലെ ഫുഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് സബോളയും കരിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വാട്ടി കഴിഞ്ഞപ്പോൾ നമ്മുടെ തക്കാളിയും കൂടി ഇട്ടു കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പൊ വേണമെങ്കിൽ ഇടാം, ആള് ഇപ്പൊ ഇട്ടില്ല കേട്ടോ. അങ്ങനെ സബോള ഈ പരുവത്തിനായി കഴിഞ്ഞപ്പോ നമ്മൾ അതിലേക്ക് പൊടികൾ ഇടാണേ. കുരുമുളക് പൊടി, മല്ലിപ്പൊടി 2 പോരാ, 3, 4, 5 5 സ്പൂൺ. गरम मसाला वाहिद, इतनी तलाता 3 മഞ്ഞപ്പൊടി वाहिद 1 കാശ്മീരി 1 2 2.5 3 എന്റെ ഉരുളി എങ്ങനെയുണ്ട്? വീട്ടിലുണ്ടായിരുന്ന ഉരുളി ഒന്നും ഉപയോഗിക്കാണ്ട് എടുത്ത് വെച്ച് ലാസ്റ്റ് 2 സൈഡിൽ പിടുത്തം കണ്ട ഉരുളി മേടിച്ചുകൊണ്ട് വന്നതാണ്. അത് കാരണം കൊണ്ടാണ് ഉരുളി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചത്. അത് കഴിഞ്ഞ് ഇതിനെ പൊടികളൊക്കെ നല്ലോണം ഒന്ന് ചൂടാവണം വരെ നല്ല ക്ഷമയോടുകൂടി തന്നെ നിന്ന് ഇളക്കണ്ടായിട്ടോ. ഈ നല്ലോണം കുറച്ചിട്ടിട്ടാട്ടോ കാണിക്കുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഒരു ധൃതിയില്ലാണ്ട് പതുക്കെ ഇളക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനാന്നുണ്ടെങ്കിൽ പണ്ടേ ഇതിലേക്ക് വേവിച്ച മട്ടൺ ഇട്ട് ടൈം കഴിഞ്ഞു. അങ്ങനെ ആള് ടൈം ആയി കഴിഞ്ഞപ്പോൾ നല്ലോണം ഈ പൊടികളൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഈ മട്ടൻ്റെ എന്താ പറയാ, ഈ വെന്തിട്ടുള്ള ഈ സ്റ്റോക്കിൽ വാട്ടർ ഒഴിച്ചു. ഇനി അത് നല്ലോണം ഒന്ന് സെറ്റായി കഴിയുമ്പോൾ ഇനി ചെയ്യണ കാര്യം ഓപ്ഷണൽ ആട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മുടെ വീട്ടിൽ എന്തരച്ച് വെക്കാന്നുണ്ടെങ്കിലും അതിൽ ഉറപ്പായിട്ട് ഉരുളക്കിഴങ്ങ് ഇടും. കാരണം കുട്ടീസിന് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടം. കുട്ടീസിന് മാത്രമല്ല ഞങ്ങൾക്കും ഇഷ്ടം. അപ്പൊ അത് തന്നെ ഉരുളക്കിഴങ്ങ് ഇടണോ വേണ്ടിയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഉരുളക്കിഴങ്ങിന്റെ ആവശ്യം ഇല്ല, വേണമെന്നുണ്ടെങ്കിൽ ഇടാം. നമുക്ക് വീട്ടിൽ ഇഷ്ടമായിരുന്നു ഇട്ടു കേട്ടോ. അങ്ങനെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. നമ്മൾ ഓൾറെഡി മട്ടൻ വേവിച്ചപ്പോൾ മട്ടണിന് വേണ്ട ഉപ്പിട്ടതാണ്. പിന്നെ ഈ ഗ്രേവിയിലേക്കും കൂടി ഉള്ള കുറച്ചും കൂടി ഉപ്പ് അതിലേക്ക് ഇടാം കേട്ടോ. ഈ ടൈമില് പുള്ളി ഒരു നാരങ്ങയുടെ പകുതിയുടെ നീരും കൂടെ അതിലേക്ക് ഒഴിക്കേണ്ടത്. ഇത് എന്തിനാ ഒഴിക്കണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആള് ചെയ്തതാ, ഞാൻ വെക്കുമ്പോ ഇതൊന്നും ചെയ്യാറില്ല. അത് കഴിഞ്ഞതാ ഞാൻ അതും കൂടി ഇട്ട് ഒന്ന് അടച്ചു വെച്ചപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവണ നേരം കൊണ്ട് നമ്മുടെ ഗ്രേവി സെറ്റ് ആയിട്ടുണ്ടാവും.
അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതാ തുറന്നിട്ട് നമ്മുടെ മട്ടന്റെ പീസും കൂടെ അതിലേക്കിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഓഫ് ചെയ്യാനേന് ഒരു 5 മിനിറ്റ് മുന്നേ അതിലേക്ക് ഇതാ ഈ ഒഴിക്കണത് തേങ്ങാപ്പാലാട്ടോ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മട്ടൻ കറി റെഡി. എന്താ പറയാ, നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ ഇത്രയും ടേസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും അടിപൊളിയായിരിക്കും. ത്തില് ഞാൻ പറഞ്ഞ എന്റെ സന്തോഷ വാർത്ത ഇതൊക്കെ തന്നെയാട്ടോ. ഈ പ്രവാസികളുടെ ഭാര്യമാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് അവര് ഗൾഫിലുള്ള സമയത്ത് നമുക്ക് കുറെ എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അതിലൊരു എക്സ്പെക്ടേഷൻ തന്നെയാണ് കേട്ടോ അവര് നാട്ടിൽ വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് കുക്കിങ്ങും അതുപോലെ വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ. പക്ഷെ നാട്ടിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അതൊന്നും ഉണ്ടാവൂല. കാരണം നാട്ടിൽ വന്നു കഴിയുമ്പോൾ അതിനേലും കൂടുതൽ തിരക്കാന്നുള്ള കാര്യം. മുട്ടൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ കറി സൂപ്പർ. എന്തായാലും അടിപൊളി സംഭവമാണ്. നല്ല സൂപ്പർ ടേസ്റ്റ്. പിന്നെ പെട്ടെന്ന് കുക്കിങ്ങും കഴിയും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. വേറെ മട്ടന്റെ വേറെ വേറെ ഐറ്റംസ് ആയിട്ട് ഇനി വീണ്ടും വരാം. പെട്രോളൊക്കെ പൈസ ചെയ്യോ. അതാ കാര്യമായിട്ട് നല്ലതാ നല്ലതാ. അപ്പൊ ഇത്ര ടാറ്റ ബൈ ബൈ.